ഹലോ, നമുക്കിന്നൊരു നട്ടി ബബിൾ കേക്കിൻ്റെ വീഡിയോ കാണാവേ. 1/2 kg വെയിറ്റ് വരുന്നതാണ് കേട്ടോ ഇത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂട് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലിൻ്റെയും ബൂസ്റ്റിൻ്റെയും ആ മിക്സ് കുറേശ്ശെ ഇടവിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലോ സ്പീഡിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് നല്ലപോലെ തന്നെ സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ടിന്ന് ഉണ്ടായിരുന്നത് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 ഇഞ്ചിൻ്റെ റൗണ്ട് പാനായാലും മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ടാപ്പോടെ ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് 180 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ചൂട്. നമുക്കൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് ബേക്കായി കിട്ടും. ഇനി ആ നേരം കൊണ്ട് നമുക്ക് സിറപ്പ് തയ്യാറാക്കണം. 1/2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ആറിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആറി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 ലെയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി ഒരു ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് ആ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആദ്യത്തെ ലെയർ നമ്മൾ ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു ഗനാഷയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട് കൊടുത്ത് ബദാമും കാഷ്നട്ടുമാണ് കേട്ടോ ഇവിടെ നട്ട്സായിട്ട് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചേറെ ബൂസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇതാണ്. ഇതുപോലെ തന്നെ നമ്മൾ 3 ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൂടെ ചെയ്തെടുക്കാം. ഒരുപാട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സൈഡ് വശങ്ങളിൽ മുഴുവൻ നമ്മൾ ചോക്കോ ചിപ്സും ഈ നട്ട്സും കൂടെ ചേർത്ത് ഫില്ല് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. മുകൾ വശം മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചുറ്റിനും സൈഡ് വശങ്ങളിലായിട്ടെല്ലാം നമ്മൾ ചോക്കോ ചിപ്സും നട്ട്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് പതിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബബിൾസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് കുറേശ്ശെ ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പറിനകത്ത് കുറച്ചെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കൃത്യമായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിൾസ് എല്ലാം നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഒരു പൂവും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അതിരുവശം മുഴുവനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ലൈനായിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ലൈൻ മൊത്തം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബൗള്. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയത് കാരണം ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാമേ. ഇത് 1/2 kg വെയിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അളവ് വരുമ്പോഴത്തേക്കും എത്രയുണ്ടെന്നൊന്ന് കണ്ടു നോക്കേ. ഇത് ഏകദേശം 1 കിലോ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.